Hello friends, welcome to yet another interesting episode from Comtech Systems. I'm Sri Lakshmi Chandran. In our previous video, we had shown how to crack Windows passwords. This video is a continuation of this. We will see how Windows passwords can be cracked without the help of an external device. Informative purpose to share this content which illegal activities involved, it will not be our responsibility. And so with that warning, we'll have Mr. Ashok for the demo. നമുക്ക് തുടങ്ങാം നമ്മുടെ വീഡിയോ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിലൊരു വിർച്വൽ മെഷീൻ ഉണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് അത് ഞാൻ യൂസ് ചെയ്തിരുന്നു. ഒരു വിൻഡോസ് 10ൻ്റെ വിർച്വൽ മെഷീനാണ്. സോ അതിൻ്റെ പാസ്വേഡെല്ലാം ഞാൻ മറന്നുപോയി. അതെങ്ങനെ എനിക്ക് ക്രാക്ക് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. സോ അത് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത്, ഞാൻ വിർച്വൽ മെഷീനാണ് യൂസ് ചെയ്യുന്നത്, ഫിസിക്കൽ മെഷീനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ടത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വിർച്വൽ മെഷീൻസിൻ്റെ വിഎമ്മിനകത്ത് കയറിയിട്ട് പവർ ഇവിടെയാണ് യെസ് പവർ ഓഫ്. ഡയറക്റ്റായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ പവർ ഓഫ് ചെയ്യാണ്. ഓക്കെ, പവർ ഓഫ് ചെയ്തു. വീണ്ടും ഓൺ ചെയ്യാം. ഓൺ ചെയ്തു. നമുക്കിങ്ങനെ 3 തവണ ചെയ്യണം. സോ മിനിമം 3 തവണയെങ്കിലും ചെയ്താലേ നമ്മുടെ റിക്കവറി മെനു ഓപ്പൺ ആയിട്ട് വരുള്ളൂ. പവർ ഓഫ്. ഓക്കെ, പവർ ഓൺ. ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. പവർ ഓഫ്. ഇനി നമ്മൾ ഓണാക്കി വരുമ്പോൾ യെസ്, ഓട്ടോമാറ്റിക് റിപ്പയറിലേക്ക് പോകുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസിൻ്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബട്ടനകത്ത് പ്രസ് ചെയ്തിട്ട് ഓണായി വരുന്നതിന് മുമ്പ് തന്നെ അത് ഓഫ് ചെയ്യുക. അങ്ങനെ 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ ഓട്ടോ റിക്കവറിയിലേക്ക് വരും. ഗായ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്കൊക്കെ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ മാത്രം സ്വന്തം റിസ്കിനകത്ത് ഇത് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് പോയി ചെയ്യണമെന്നില്ല. ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, വിൻഡോസിൻ്റെ ഒരു ബൂട്ടബിൾ CD വെച്ച് അതിനകത്ത് ബൂട്ട് ചെയ്ത് ഇതേ സെയിം കാര്യം തന്നെ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ CD മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വിൻഡോസിൻ്റെ സ്വന്തം കമാൻഡ് പ്രോംപ്റ്റ് യൂട്ടിലിറ്റി വെച്ച് നമ്മൾ എങ്ങനെയാണ് വിൻഡോസിൻ്റെ പാസ്വേഡ്, അത് ഏത് വിൻഡോസ് ആയിക്കോട്ടെ, വിൻഡോസ് 10, വിൻഡോസ് 12, 2012 സെർവർ, 2016, 2019 ഏത് സെർവറും ആയിക്കോട്ടെ, നമുക്കിതുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും ലേറ്റസ്റ്റ് വിൻഡോസ് 10 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക് റിപ്പയർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യാം. യെസ്, ഇവിടെ താഴെ ട്രബിൾ ഷൂട്ട് കാണാം, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് ഓപ്ഷൻസ്, ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് കാണാം. ഓക്കെ, യെസ്, അപ്പോൾ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ അകത്ത് നിൽക്കുന്ന ഡയറക്ടറി എന്ന് പറയുന്നത് വിൻഡോസ് സിസ്റ്റം 32 അകത്താണ്. നമുക്ക് ഏറ്റവും പുറകിലേക്ക് പോകണം, എക്സ് ഡ്രൈവിലേക്ക് പോകണം. CD // യെസ്, നമുക്ക് DIR അടിച്ച് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണാമല്ലോ. ഓക്കെ, നമ്മുടെ യൂസേഴ്സ്, വിൻഡോസിൻ്റെ ഫയൽസും ഡയറക്ടറീസ് ഒക്കെ ഉണ്ട്. നമുക്കൊരു അടുത്ത കമാൻഡ് അടിക്കേണ്ടത്, നമുക്ക് ഒരു കാര്യം കോപ്പി ചെയ്യാനാണ്. അതിനുവേണ്ടി കോപ്പി C:/Windows/System32/SCTHC.exe C:/. സോ നമ്മളിത് ഒരു SCTHCയുടെ ഒരു ബാക്കപ്പ് ഉണ്ടാക്കിയിടുകയാണ്. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പകരം നമ്മൾ കോപ്പി വിൻഡോസ് സിസ്റ്റം 32 കഴിഞ്ഞതിന് ശേഷം cmd.exe എന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് C:/Windows/System32/cmd.exe. CMD അല്ല, SCTHC.exe. ഓക്കെ,
നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SCTHC എന്ന് പറയുന്ന ഫയലിനെ കമാൻഡ് പ്രോംപ്റ്റ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ആദ്യം നമ്മൾ C:\Windows system32 scthc.exe to C:, ഒരു ബാക്കപ്പ് ഫയൽ ഈ കമാൻഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, CMDയുടെ ഒരു കോപ്പി എടുത്തിട്ട് SCTHCയെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കളയുകയാണ്. സോ നമ്മൾ എപ്പോഴൊക്കെ SCTHC ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. SCTHC എന്ന് പറയുന്നത് സ്റ്റിക്കി കീസ് ആണ്. സ്റ്റിക്കി കീസ് എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മുടെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് എ ടൈമിൽ നമ്മൾ 3-4 കീസ് ഒരുമിച്ച് പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് സ്റ്റിക്കി കീസ് എന്ന് പറയുന്നത്. സോ Ctrl+P അടിക്കണം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഓപ്ഷനാണ്. സോ നമ്മൾ നോർമലായിട്ട് Ctrl പ്രസ് ചെയ്ത് പിടിച്ചിട്ട് P അടിക്കും. അതിന് പകരമായിട്ട് സ്റ്റിക്കി കീസ് ഓൺ ചെയ്തതിന് ശേഷം Ctrl പ്രസ് ചെയ്യുക, അതിനുശേഷം P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് സിംഗിളായിട്ട് എടുക്കുകയും ചെയ്യും, മൈക്രോസോഫ്റ്റ് പ്രിൻറ്റിങ് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ Ctrl+Alt+Delete അടിക്കണമെന്ന് വിചാരിക്കുക, അതിന് സ്റ്റിക്കി കീസ് ഓൺ ചെയ്തിട്ട് ഓരോ കീ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് അടിക്കാൻ പറ്റും. അതാണ് സ്റ്റിക്കി കീസിൻ്റെ ഫംഗ്ഷൻ. സോ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തു, എൻ്റർ അടിക്കുക. ഓക്കെ, റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കും, Y കൊടുക്കുക, എൻ്റർ അടിക്കുക. യെസ്, അത് കഴിഞ്ഞു. നമുക്കിതൊന്ന് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ്. ഓക്കെ, നമുക്കിവിടെ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. യെസ്, ഇനി നമ്മൾ സാധാരണ ഓണായി വരുന്ന പോലെ നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ പാസ്വേഡ് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. വിൻഡോസ് ഓൺ ആയിട്ട് വരികയാണ്, കുറച്ച് സമയം എടുക്കും. നമ്മൾ ഓട്ടോ റിപ്പയറിലേക്കൊക്കെ ഇട്ടതല്ലേ. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ 5 തവണ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കും നോക്കാം. യെസ്, സ്റ്റിക്കി കീസ് ഓണായി, അതിൻ്റെ കൂടെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് കൂടെ ഓപ്പണായി വന്നു. കമാൻഡ് പ്രോംപ്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, scthc.exe ആണ്. അപ്പോൾ നമ്മളവിടെ കമാൻഡ് പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്തു. സോ അടുത്തായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് നെറ്റ് യൂസർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെറ്റ് യൂസർ പെൻ ടെസ്റ്റ് എന്നാണ്. നമുക്കൊരു പാസ്വേഡ് കൂടെ കൊടുക്കാം, 123456. എൻ്റർ അടിച്ച് നോക്കാം. ഇവിടെ എക്സിറ്റ് ചെയ്യാം. നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. 123456. യെസ്, ഇത്രയേ ഉള്ളൂ. ഇത്രേ സിമ്പിളാണ് നമ്മുടെ വിൻഡോസിൻ്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ. പക്ഷേ ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് വിൻഡോസിൻ്റെ പാസ്വേഡ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. പകരം നമുക്കിത് റിമൂവ് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി എപ്പോഴൊക്കെ നമ്മൾ ഷിഫ്റ്റ് കീ അടിക്കുന്നു അപ്പോഴൊക്കെ കമാൻഡ് പ്രോംപ്റ്റ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത കാര്യത്തിനെ C ഡ്രൈവിൽ നിന്നും തിരിച്ച് പഴയ ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്ത് വെക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസിൻ്റെ ക്രാക്കിംഗ് ചെയ്യുന്നത്, പാസ്വേഡ് ക്രാക്കിംഗ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഹൈ ലെവൽ ടെക്നിക്കൽ വീഡിയോ ആയിരുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം, ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.